കുറുനരിയെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കാമോ എന്ന് എന്റെ കൂടെ പറയൂ. കുളം, കര, കുന്ന്. എന്റെ കൂടെ പറയൂ കൂട്ടുകാരെ. കുളം, കര, കുന്ന്. ഡോറ, എന്താ പൂജി? നമുക്ക് മാപ്പിനോട് സഹായം ചോദിക്കാം. അയ്യോ, നമ്മുടെ മാപ്പ് കൂട്ടുകാരനെ കാണാനില്ലല്ലോ. നമ്മുടെ മാപ്പ് കൂട്ടുകാരനെ കണ്ടുപിടിക്കാൻ എല്ലാവരും മാപ്പ് മാപ്പ് എന്ന് പറയൂ. മാപ്പ് മാപ്പ്. വരൂ കൂട്ടുകാരെ, നമുക്കൊന്നിച്ച് മാപ്പ് കൂട്ടുകാരനെ കണ്ടുപിടിക്കാം. അവരുടെ രേഹേ ഹൂഹു ജോളി. ഞാൻ കാരണം ഏത് കിങ്ങിണി പൂച്ചയുടെ ജീവനാടി നഷ്ടപ്പെടാൻ പോണേ? എന്റെ പൊന്നമ്മേ, ആരാടി പൊന്നമ്മ? ഓ സോറി നീലമ്മേ. അമ്മേ അമ്മേ, ആ ദുഷ്ടൻ കുറുനരിയില്ലേ നമ്മുടെ കിങ്ങിണി പൂച്ചനെ ഒരു കുന്നിന്റെ മുകളിൽ ഒരു കൂട്ടിലാക്കി വെച്ചുവാ. ഡോറി പൂച്ചയില്ലേ കിങ്ങിണി പൂച്ചനെ രക്ഷിക്കാനാ പോണേ. അപ്പൊ കിങ്ങിണി പൂച്ചനെ രക്ഷിക്കാനേ മാപ്പിന്റെ സഹായം വേണം. പക്ഷെ മാപ്പ് കാണാനില്ല. അപ്പൊ മാപ്പ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും മാപ്പ് മാപ്പ് എന്ന് പറയണം. അപ്പോഴല്ല അമ്മ ടിവി ഓഫ് ആക്കിയേ. പ്ലീസ് അമ്മേ പ്ലീസ്, വേഗം ടിവിയിൽ നമ്മൾ മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞാലല്ലേ ഡോറ പൂച്ചയ്ക്ക് മാപ്പ് കിട്ടൂ. എന്നാലല്ലേ നമുക്ക് കുറുനരിയുടെ കയ്യിൽ നിന്ന് കിങ്ങിണി പൂച്ചനെ രക്ഷിക്കാൻ പറ്റൂ. അതന്നെ, അമ്മ ടിവിയുടെ മുന്നിൽ മാറി നിൽക്കി ഞങ്ങൾ ടിവി ഓൺ ആക്കട്ടെ. ഡോറ പൂച്ചനെ കാണട്ടെ അമ്മ. കാണിച്ചരാലോ, നന്നായിട്ട് കാണിച്ചരാലോ. അവളുടെ ഒരു ഡോറ പൂച്ചി. അമ്മേ, എന്താ എന്നെ മാത്രം റിമോട്ട് കൊണ്ടെറിഞ്ഞേ? ഈ കുരിപ്പിനെ തെറിയത്തെ. ഏയ് ചേച്ചി, അമ്മ റിമോട്ട് തന്നെ. അതിനെന്തിനാണ് എന്നെ പുറത്ത് ചോട്ടെ? ഡോറ പൂച്ചി കാണാൻ ഞാൻ മാത്രമല്ലല്ലോ, നീ ഉണ്ടായിരുന്നില്ല എന്റെ കൂടെ. അമ്മ എനിക്കിട്ട് തന്നപ്പോ നിനക്കിട്ട് ഞാൻ തന്നു, അത്രയുള്ളൂ. എനിക്കിട്ട് നീ തന്നാ നിനക്കിട്ട് ഞാൻ തരടി. എടി ജീവാ, നിന്റെ പൂച്ച വാൽ മൂടി ഞാൻ എപ്പോ ശരിയാക്കി തരടി. അയ്യോ എന്റെ മുടി. വേദനിക്കുന്നു വേദനിക്കുന്നു, എന്റെ മുടി വിടടി. എന്തിനാണ് നീ എന്നെ ചവിട്ടിയേ? നീ പാൽപ്പൊടി നിർത്തടി. ആ കൊച്ചിന്റെ തലമുടിയെല്ലാം പറഞ്ഞു പോരും. നിർത്തല നിർത്തല നിർത്തല, വെറുതെ ഇവിടെ ചവിട്ടിയേ. അമ്മ നിർത്താൻ പറ, അമ്മ കാരണം ഈ പ്രശ്നം മൊത്തം ഉണ്ടായേ. കൊച്ചി ഇവിടെ വന്നേ. എടി പാൽപ്പൊടി നിന്നോടല്ലേ പറഞ്ഞേ അവളെ വിടാൻ. ഓ രക്ഷപ്പെട്ടു. അമ്മേ എന്നെ വിടമേ, എന്റെ തലിപ്പങ്ങ് തീരണില്ല. ജീവാ വീരമാട്ടേ. കൊച്ചി ഇവിടെ മാറി നിൽക്കാനല്ലേ പറഞ്ഞേ. അമ്മ എന്നെ മാത്രം ഇങ്ങോട്ടോട്ട് അറിഞ്ഞാൽ ഈ പ്രശ്നം മൊത്തം ഉണ്ടായേ. എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കണ്ട. പോത്ത് പോലെ വളർന്നില്ല പെണ്ണേ. എന്നിട്ട് പിള്ളേരുടെ ഡോറ പൂച്ചി കണ്ട് രസിച്ചിരിക്കുവാള്. നാളെ സ്കൂളിൽ തുറക്കാനുള്ള ബോധമുണ്ട് രണ്ടെണ്ണത്തിനും. പാറു നിന്നോട് കൂടി പറഞ്ഞേ. രണ്ടെണ്ണം ബുക്കും പൊതിഞ്ഞു വെച്ചിട്ടില്ല, ബാഗ് റെഡിയാക്കി വെച്ചിട്ടില്ല. ഇതൊക്കെ ഞാൻ ആര് ചെയ്യാനാ? അമ്മേ സമയം 7 മണിയായിട്ടുള്ളൂ. ഞങ്ങൾ 8 മണിക്ക് ചെയ്തോളാം. അമ്മയുടെ പൊന്നുമക്കൾ എപ്പോ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. ബുക്കെല്ലാം പൊതിഞ്ഞ് ബാഗ് റെഡിയാക്കി യൂണിഫോം വാങ്ങി ചെയ്തിട്ട് ഇനി രണ്ടെണ്ണത്തിന് ഓർക്കത്തുള്ളൂ. കേട്ടോളി പാർക്കുട്ടി. എന്നാ മക്കളെ രണ്ടുപേരും പോയിട്ട് പറഞ്ഞ് പണി ചെയ്യാൻ നോക്ക്. ശരി അമ്മേ. സന്ധ്യ നേരത്തെ ജനൽ അടക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിള്ളേരെ. മറന്നു നമ്മ അടച്ചോളാം. ആ സോഫയിൽ നിന്ന് എണീക്കോ രാജാത്തി. ഇനി വീട് മൊത്തം കൊതുക് തരട്ടെ. രണ്ടെണ്ണത്തിന് ഞാൻ കാണിച്ചു തരാം. വല്ലാത്തൊരു പിള്ളേരെന്നെ ദൈവമേ. 2 മാസമായിട്ട് ഊണ് ഓർക്കും ഈ കുന്താട്ടപ്പെട്ടിട്ട് മുന്നിൽ തന്നെ. എന്താണ് കണ്ടു തുറച്ചു നോക്കുന്നത്? അതിന് പണി ചെയ്യാൻ നോക്ക്. ഈ ശിവ ആ ജനൽ അടക്കാൻ പറ്റല്ലേ? ചേച്ചി എന്താടി? അമ്മ പോയി. ചേച്ചി എങ്ങനെയുണ്ട് എന്റെ മുടി വലി നല്ല ഐഡിയ? സൂപ്പർ പാർക്കുട്ടി സൂപ്പർ. അതുകൊണ്ടല്ലേ അമ്മ സ്ഥലം വിട്ടേ. പക്ഷെ പാർക്കുട്ടി നീ എന്റെ മുടി വലിച്ചത് എനിക്ക് നന്നായിട്ട് വേദനിച്ചുട്ടോ. സോറി ചേച്ചി, അമ്മക്ക് ഡൗട്ടൊന്നും വരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒറിജിനൽ ഞാകവിയായിട്ടാ. ഇപ്രാവശ്യത്തേക്ക് മാത്രമേ ക്ഷമിച്ചേക്കുവാ. ഇനി അടുത്ത പ്രാവശ്യം പതുക്കെ വലിക്കണം കേട്ടാ. ഓക്കേ ചേച്ചി. ചേച്ചി ടീവി ഉണക്ക്. അമ്മി വിശന്നിട്ട് വയ്യ. എല്ലാ വീടിന്റെയും ജനൽ അടച്ചിട്ട് പോണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു തുള്ളി രക്തം കിട്ടാതെ നമ്മൾ ഇനി പട്ടിണി കിടക്കേണ്ടി വരും മമ്മി. എടാ മലയേറിയ പേർക്ക് നിന്റെ കൈനാക്ക് വളർത്തുന്ന പറയാതടാ. വാകേറിയ ദൈവം ഭക്ഷണം തരുന്നില്ലേ? നമുക്ക് വേണ്ട ഇര നമ്മുടെ കൺമുന്നിൽ എത്തും മോനെ. പൊന്നു മലയേറിയ കുരിപ്പേ, നിനക്ക് എന്ത് വാശിയടാ? നിന്റെ അനിയത്തി ചിക്കൻ കുഞ്ഞിനെ കണ്ടുപിടിക്ക്. അവൾ ഒരു വാശിയും കാണിക്കുന്നില്ലല്ലോ. ഇവരോട് തർക്കിക്ക് നിന്നാലേ എന്റെ തലക്ക് പ്രാന്ത് പിടിക്കും. മോളെ ചിക്കു നീ കൂടെ വാ. ഡാ കുരിപ്പേ, നീ വരുന്നുണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ അവിടെ തന്നെ നില്ല്. ആരിത്? വടയക്ഷി വനജയോ? നീ എന്താടി ഇവിടെ? ഒരു മാസമായിട്ട് ഫോണ് റീചാർജ് ചെയ്തിട്ട് അതുകൊണ്ട് ഒരു വിവരം അറിയാൻ പറ്റിയില്ലെന്നേ. കെട്ടിയോനാണത്ര കെട്ടിയോനെ. അവന്റെ കാര്യം ഒന്ന് പറയാതിരിക്കാ ഭേദം. എന്റെ മക്കൾക്ക് കുറച്ച് യൂറിൻ പോലും വാങ്ങിച്ചു തരാത്തവനാ ആ കശ്മലൻ. അല്ല വനജെ, നീ ഇവിടെ തന്നെ ഇരിക്കുവാണോ? രക്തം കുടിക്കാനൊന്നും പോണില്ലേ? നീ തന്നെ ഇത് എന്നോട് ചോദിക്കണം. എങ്ങനെ വിശ്വസിച്ചിട്ട് കുറച്ച് രക്തം കുടിക്കാം? എല്ലാവരും ശരീരത്തിൽ നിന്ന് നിങ്ങൾ രക്തം കുടിച്ചിട്ട് ഡെങ്കു മലേറിയ ചിക്കൻ കുഞ്ഞൊക്കെ പരത്തി വെച്ചേക്കുമല്ലേ? ഒരു മലേറിയ വന്ന അപ്പൂപ്പന്റെ രക്തം കുടിച്ചതാ. രണ്ടാഴ്ച ഞാൻ ആ ട്രാവലർ ഡോക്ടറുടെ ക്ലിനിക്കിൽ കിടന്നേ. നിനക്കറിയോടി ലൂസ് മോഷൻ കൊണ്ട് ലൂസ് മോഷൻ കക്കൂസിന് ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. എനിക്കും എന്റെ പിള്ളേർക്കും ജീവിച്ചു പോകണ്ടേ വനജെ? ഇനി നിങ്ങൾ കുറെ നേരം സംസാരിച്ച് നിൽക്കണ്ട, വേഗം പോയിക്കോ. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? നിന്റെ പുതിയ വീടല്ലേ, എന്നെയും മക്കളൊക്കെ ഒന്ന് ക്ഷണിച്ചിട്ടേ കുറച്ച് രക്തം തന്നെ സൽക്കരിക്കടി. അതൊക്കെ പിന്നെ സൽക്കരിക്കാനേ. ഇപ്പൊ എന്റെ ഡ്രാക്കുള ചേട്ടാ ഇങ്ങോട്ട് വരും. ആഹാ, അപ്പൊ ഡ്രാക്കുള ഡോക്ടറായിട്ട് നീ ലവായാ? ഒന്ന് പോടി.
ഞങ്ങളുടെ ലൂസ് മോഷൻ കാരണം നിനക്കൊരു ഗുണുണ്ടായല്ലോ അത് മതി. വടയേശി ചേച്ചി, ഡ്രാക്കുള ചേട്ടൻ വരുമ്പോ എന്താ സ്പെഷ്യല്? നമ്മുടെ സ്നെഗിയില്ലേ, സ്നെഗിന്ന് ബ്ലഡ് ജ്യൂസും അൽഫാമും കുഴിമന്തി എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹായ്, അൽഫാമും കുഴിമന്തി ബ്ലഡ് ജ്യൂസ് മമ്മി വെക്കോ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. എന്റെ സ്വർഗത്തിലെ കട്ടുർബം വന്നിരിക്കുന്നോ, പോയിക്കോ മൂന്നെണ്ണം ഇവിടുന്ന്. അല്ലെങ്കിൽ വടയക്ഷി വനജയുടെ താനി സ്വരൂപം കാണും നിങ്ങളെ. മക്കളെ ഓടിക്കോ. നിങ്ങളുടെ മെപ്പ് എന്റെ കയ്യിൽ കിട്ടിയല്ലോ. അയ്യോ ചേച്ചി, ആ ദുഷ്ട കുറുനരി നമ്മുടെ ഡോറയുടെ മാപ്പ് മോഷ്ടിച്ചല്ലോ. ഇനി എങ്ങനെ നമ്മുടെ കിങ്ങിണിപ്പൂച്ചനെ രക്ഷിക്കും? കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കുകയേ ചെയ്യരുത്. കൂട്ടുകാരെ എല്ലാവരും എന്നോടൊപ്പം ഒന്നിച്ച് പറയൂ, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കുകയേ ചെയ്യരുത്. കോളടിച്ചല്ലോ. മോളെ ചിക്കൻ കുനിയേ, മോനെ മലേറിയേ. ഒരു ആവശ്യം നേരത്തെ വിളിക്കത്തില്ല. ഇത് നിങ്ങൾ രണ്ട് എവിടെ പോയി കിടക്കുമെന്നാവോ? മോളെ ചിക്കു, മലു, യെസ് മമ്മി. മോനെ മലു, ഫ്രഷ് ജ്യൂസ് റെഡി. മമ്മി, മമ്മിയോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ മല്ലുമോനെ എന്ന് വിളിക്കരുതെന്ന്. ഇറ്റ്സ് എ ബേർഡ് വേർഡ്. എന്റെ ഫുൾ നെയിം മലേറിയ എന്നല്ലേ, മലു എന്ന് വിളിക്കാതെ റിയ എന്ന് വിളിച്ചു മമ്മി. ഷഡപ്പ് മോനു ഷഡപ്പ്. അതല്ലേ ഇവിടുത്തെ പ്രശ്നം. നമ്മൾ കുറെ നേരം പുറന്ന് നടന്നിട്ടോ ഇപ്പൊ രണ്ട് ഫ്രഷ് ജ്യൂസ് കിട്ടിയേ. നോക്കി നിക്കാതെ കുത്തി വലിച്ച് കുടിക്കാൻ നോക്ക്. കമോൺട്രാ മക്കളെ, കമോൺ അറ്റാക്ക്. ഓക്കേ മമ്മി. മക്കളെ മമ്മി, നല്ല അടിപൊളി കിളുന്ത് പിള്ളേരാ. ചിക്കനും മട്ടനും തട്ടി കൊഴുത്തിരിക്കുന്ന ശരീരം കണ്ടില്ലേ? കണ്ടിട്ട് കൊതി വരും മമ്മി. എന്നാ മക്കളെ ലേറ്റ് ആക്കണ്ട, മതിയാവോളും ആസ്വദിച്ച് കുടിച്ചോ. ഞാനേ ഈ മൂത്തതിന്റെ കാര്യം നോക്കിക്കോളാം. മക്കളെ രണ്ടുപേരും ആ ഇളയറ്റതിന്റെ കാര്യം നോക്കിക്കോ. എടാ മലു, എനിക്ക് കാല് മതി. മമ്മി, എനിക്ക് കാല് മതി. ദേ ചിക്കു കാല് എടുത്തു. എനിക്ക് കാല് വേണം മമ്മി. എവിടെ ചെന്നാലും കച്ചറയാണല്ലോ ദൈവമേ. ഇവിടെയെങ്കിലും ഒന്ന് മിണ്ടാതിരിക്കും പിള്ളേരെ. എടാ മാലു മോങ്ങിക്കൊണ്ടിരിക്കാതെ തലി പോരിക്കടാ. സൂപ്പർ ചേച്ചി, സൂപ്പർ. ആ കുറുനരിക്ക് അങ്ങനെ തന്നെ വേണം. എടി ചിക്കു, മതിയെടി മതി. ഇനി ഞാൻ കാല് കുടിക്കട്ടെ, നീ തലേന്ന് കുടിച്ചോ. ചെക്ക മിണ്ടാതിടാ. ആ കൊച്ചിന്റെ കയ്യിൽ നിന്നെങ്ങാനും കിട്ടിയാലേ നീ ചത്തുപോകും. മമ്മി, ഈ പൊട്ടത്തിന്റെ തലേന്റെ ഉള്ളിൽ ഒന്നുമില്ലെന്ന് തോന്നുന്നേ. എനിക്ക് കുടിച്ചിട്ട് അത് കിട്ടുന്നില്ല. അങ്ങോട്ട് ആജ് കുത്തടാ. ഞം 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 ഞം. അമ്മേ, ഓടി വാ അമ്മേ. അമ്മേ, അയ്യോ, അമ്മേ, അച്ഛാ, അച്ഛാ, അച്ഛാ. ഞങ്ങളെ കൊതു കടിച്ചിട്ടുണ്ടെന്നേ. അയ്യോ, വീട് മൊത്തം കൊതു കയറിയോ? ഒരു മിനിറ്റ് മക്കളെ, അമ്മ ഇപ്പം വരാം. അയ്യോ, കാപ്പാത്തുക്കോ. അയ്യോ, നാശം പിടിക്കാൻ ഞാൻ പിള്ളേരുടെ അപ്പഴേ പറഞ്ഞതാ, സ്വന്തം നേരായ വാതിൽ ജനൽ അടച്ചിടാൻ. ഒന്ന് വേഗം കൊതുകിനെ കൊല്ലുന്ന സ്പ്രേ അടിക്കമ്മേ. മക്കളെ എസ്കേപ്പ്. ജീവൻ വേണം, ഓടിക്കോ. ചിക്കു മലു വേഗം പറക്കൂ. നല്ല കുത്തു കിട്ടിയപ്പോ രണ്ടുപേർക്കും സമാധാനായല്ലോ. ഇതാ പറയുന്നേ, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും കേട്ടാ. സന്ധ്യനേരായ വാതിന് ജനം കടക്കണം, അല്ലെങ്കിൽ കൊതുകൾ വന്ന് വീട്ടിൽ കൂടിക്കൂടും. എന്തോന്ന് പിള്ളേർ നോക്കിയിരിക്കുന്നേ? ആ ബുക്കൊക്കെ പുതിയാണെന്ന് പുതിയ നോക്ക്. ഈ പാർക്കുട്ടി നിന്നോട് പറഞ്ഞത് ആ ടി വി ഓഫാക്കി ബുക്കൊക്കെ പുതിയ നോക്കുന്നേ. ശരി അമ്മേ. വാ ചേച്ചി, നമുക്ക് അമ്മ പറഞ്ഞ പോലെ ബുക്ക് പുതിയ പോവാ. ശരി പാർക്കുട്ടി. ശിവമോളെ, ഈ കൊതുക് സ്പ്രേ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചേ. ശരി അമ്മേ. ആ സ്പ്രേ കണ്ണിലും മുക്കിലും കയ്യിലും ആവാതെ നോക്കണം മക്കളെ. നമ്മുടെ ശരീരത്തിലെങ്ങാനായാലേ പിന്നെ ശ്വാസമുട്ടിലും അലർജി ഒക്കെ ഉണ്ടാവും. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മ. ഇനി മക്കളെ അമ്മ പറഞ്ഞ കേക്കണട്ടാ. ശരി അമ്മേ. ഇനി സന്ധ്യനേരം ജനലടക്കം മറക്കില്ല. നല്ല മക്കള്. അമ്മേ, ഈ വാതിൽ അടക്കട്ടെ. ആ റൂമത്തെ വാതിൽ കുറച്ച് കഴിഞ്ഞ് അടക്ക മക്കളെ. അതെന്താ അമ്മേ? നമ്മൾ ഈ റൂമിന്റെ ഉള്ളിൽ മുഴുവൻ കൊതുക് സ്പ്രേ അടിച്ചില്ലേ, നമ്മൾ ഈ വാതിൽ അടച്ചിട്ടാലേ പിന്നെ